RRT സംഘം, വെറ്ററിനറി സംഘമൊക്കെ ഉൾപ്പെടുന്ന വലിയൊരു ദൗത്യ സംഘമാണ് നിലവിൽ ദൗത്യത്തിനുള്ളത്. നേരത്തെ തണ്ണീർക്കൊമ്പൻ്റെ കാര്യത്തിലൊക്കെ സംഭവിച്ചിട്ടുള്ള പോരായ്മകൾ, പാകപ്പിഴകൾ അതെല്ലാം പരിഹരിച്ചുകൊണ്ടുള്ള വലിയ വിപുലമായൊരു ദൗത്യ സംഘത്തെ തന്നെയാണ് ഇതിനായി വേലൂർ മഖ്ന ദൗത്യത്തിന് വേണ്ടി നിയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ആന മയക്കുവെടി വെക്കാനുള്ള ഒരു സാഹചര്യത്തിലല്ല നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. ആന നീങ്ങിക്കൊണ്ടിരിക്കുന്നു, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ സംഘം നേരിടുന്ന വെല്ലുവിളി. നേരത്തെ ഈ മേഖലയിൽ, അതായത് ബാവലി കാട്ടിക്കുളം റോഡ് പരിസരത്തൊക്കെ ഗതാഗതം നിയന്ത്രിച്ചിരുന്നു. പക്ഷേ കുറേ സമയം ആ നിയന്ത്രണത്തിന് ശേഷം പൂർണ്ണമായി നിയന്ത്രണം പിൻവലിക്കുകയും ചെയ്തു വനം വകുപ്പ്. സജോ തുടരുന്നുണ്ട്. സജോ, ഇന്ന് മയക്കുവെടി വയ്ക്കുന്ന ദൗത്യം ഇനിയിപ്പോൾ നടക്കാനുള്ള സാധ്യതയുണ്ടോ? അതെങ്ങനെയാണ്? പ്രത്യേകിച്ച് വൈകുന്നേരമാകുമ്പോൾ മയക്കുവെടി വയ്ക്കരുത് എന്നൊക്കെയുള്ളൊരു വാദം അത് കഴിഞ്ഞ തവണ തണ്ണീർക്കൊമ്പന്റെ സമയത്തൊക്കെ ഉയർന്നു കേട്ടതുമാണല്ലോ. അതിനുശേഷം അനുജ, അതിലും പ്രധാനപ്പെട്ട കാര്യം ഈ വേലൂർ മഖ്നയുടെ കാര്യത്തിൽ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഏത് ഭാഗത്തേക്ക് നീങ്ങി, ഏതെല്ലാം തരത്തിൽ, അത് സിഗ്നലിനെ മാത്രം പരിപൂർണമായി ആശ്രയിച്ചുകൊണ്ട് ആന നീങ്ങിയ സ്ഥലത്തെ പിന്തുടരുക പ്രായോഗികമല്ല. മാത്രമല്ല, വൈൽഡ് ലൈഫിനോട് ചേർന്നാണ് ആനയെ പിന്തുടർന്ന് നീങ്ങേണ്ടത്. അതുൾപ്പെടെയുള്ള കാര്യത്തിൽ എല്ലാം ഉദ്ദേശിക്കുന്നത് പോലെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല, അതിസങ്കീർണമായ ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കും വിധം വേഗത്തിൽ എളുപ്പത്തിൽ ദൗത്യം പൂർത്തീകരിക്കുക എന്നത് പ്രായോഗികമല്ല. ഇപ്പോൾ ഇവിടെ എത്തിയ RRT സംഘത്തെ നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടു. ഈ RRT സംഘം ഇങ്ങോട്ടേക്ക് നിലവിൽ ചേലൂർ മണ്ണുണ്ടി ഭാഗത്തേക്ക് എത്തി. അവർ ഇവിടെ എത്തി ഈ ഭാഗത്ത് നിരീക്ഷിക്കുകയാണ് ചെയ്തത്. പ്രാഥമികമായി ഇതിനകത്തേക്ക് നീങ്ങി പരിശോധനകൾ നടത്തി. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ ഭാഗത്തേക്ക്, വളരെ അടുത്തേക്ക്, നേരത്തെ കടന്നുപോയ പാതയുടെ വളരെ അടുത്തേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് മറുഭാഗത്ത്, ബാവലി ഭാഗത്ത് നിന്ന് സംഘം, അതായത് ദൗത്യ സംഘം ഇങ്ങോട്ടേക്ക് നീങ്ങുന്നുണ്ട്. അതിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ ഒരു ഭാഗം ആളുകൾ പിന്തുടരുന്നുണ്ട്. അതനുസരിച്ച് അവർ നിർദ്ദേശം നൽകുന്നതിനനുസരിച്ചായിരിക്കും ദൗത്യ സംഘം പൂർണ്ണമായും ഷിഫ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. അതായത് ഒരു വിപുലമായ ഒരു മേഖലയാണ്. ഈ മേഖലയിൽ ഉടനീളം ആനയ്ക്ക് പല ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കാൻ കഴിയും. ആന ഇപ്പോൾ നിലവിൽ പഴയ ഭാഗത്തേക്ക് തന്നെ, അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കപ്പെടുന്ന രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന്, ഈ ദൗത്യം നീളുന്നു എന്നതൊരു ആശങ്കയായി തന്നെ, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയായി തന്നെ, ഒരു വെല്ലുവിളിയായി തന്നെ ഒക്കെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ജനവാസ മേഖലയിലേക്ക് തന്നെ ഈ തിരിച്ചു വരുന്ന ഭാഗങ്ങളിലൊക്കെ ആനയ്ക്ക് ഇറങ്ങാൻ കഴിയും. അങ്ങനെ അത്തരം എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ എന്ന പരിശോധനയാണ് RRT സംഘം നടത്തുന്നത്. അതായത് GPS പോലെ ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല റേഡിയോ കോളർ. അതുകൊണ്ട് തുടർച്ചയായി ആന എങ്ങോട്ട് പോകുന്നു എന്ന ലൊക്കേഷൻ തുടർച്ചയായി എടുക്കാൻ കഴിയുകയില്ല. സമയമെടുത്ത് ട്രാക്ക് ചെയ്യാൻ മാത്രമേ പറ്റുകയുള്ളൂ എന്ന കാര്യം കൂടി കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ഒരു ട്രാക്കിംഗ് സാധ്യമാവുകയില്ല. ഉദ്യോഗസ്ഥർ തന്നെ, പിന്തുടരുന്ന ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് എലിഫന്റ് സ്ക്വാഡ് ഉൾപ്പെടെ RRT ടീം ഉൾപ്പെടെ അവർക്ക് ആശയവിനിമയം നടത്തി, പരസ്പരം ആശയവിനിമയം നടത്തി പിന്തുടരാനൊക്കെ സാധിക്കും. അതാണ് ഇപ്പോൾ പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒപ്പം ട്രാക്കിംഗ് എന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല. അതും ശ്രമം നടത്തുന്നുണ്ട്. ഒപ്പം ഏത് ഭാഗത്തേക്ക് നീങ്ങി എന്നതുൾപ്പെടെ. പക്ഷേ ഉദ്യോഗസ്ഥരുടെ ഒരു പ്രധാനപ്പെട്ട പിന്തിരിഞ്ഞോടിയ ഘട്ടത്തിലാണ് ഏത് ഭാഗത്തേക്ക് നീങ്ങും എന്ന വ്യക്തത കുറവുണ്ടായത്. കാരണം ആ ഭാഗം മുഴുവൻ പിന്തിരിഞ്ഞ് വരിക, അല്ലെങ്കിൽ ആനയെ പിന്തുടർന്ന് എത്തുക എന്നതിലൊക്കെ ഒരു അപ്രായോഗികത പ്രശ്നങ്ങളൊക്കെയുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമം, ഏതായാലും RRT സംഘം മണ്ണുണ്ടി ഭാഗത്ത് പ്രത്യേകമായി തന്നെ ഒരു സ്പെഷ്യൽ ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരിവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പ്രധാനമായും ആനയുടെ സാന്നിധ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുക. പിന്തിരിഞ്ഞോടിയിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് എത്തുന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ സാന്നിധ്യം മനസ്സിലാക്കാൻ കഴിയും. അതിനുവേണ്ടിയാണ് അവരിവിടെ ക്യാമ്പ് ചെയ്യുന്നത്. അതേസമയം ദൗത്യസംഘത്തിൽ ഉൾപ്പെട്ട ടീം ബാവലി കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ആ ഭാഗത്തായിരുന്നു എല്ലാ ക്രമീകരണം, കുങ്കിയാനകൾ ഉൾപ്പെടെ, എലിഫന്റ് ആംബുലൻസ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ആ മേഖല കേന്ദ്രീകരിച്ചാണ് ഒരുക്കിയിട്ടുള്ളത്. ആ മേഖലയിൽ തന്നെയാണ് അവരിപ്പോഴും ക്യാമ്പ് ചെയ്യുന്നത്. പക്ഷേ ഈ പ്രതിസന്ധിയെ ഏത് നിലയ്ക്ക് കൈകാര്യം ചെയ്യണം എന്നതിനെ സംബന്ധിച്ചുള്ള കൂടിയാലോചനകളും സമാന്തരമായി പുരോഗമിക്കുന്നുണ്ട്. ശരി, എങ്ങനെയാണ് ഈ വേലൂർ മഖ്ന ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇപ്പോൾ പലതരത്തിൽ ഇതിൽ ആലോചനകൾ നടക്കുന്നുണ്ട്. പക്ഷേ ആന സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്, തത്സമയ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ചേലൂർ ഭാഗത്താണ് നിലവിൽ ആന ഉള്ളത് എന്നതാണ്. നേരത്തെ ചേലൂർ ഭാഗത്തു നിന്നൊക്കെയാണ് ഈ ആന വന്നിട്ടുള്ളത്. അങ്ങോട്ടേക്ക് തന്നെ അത് തിരികെ പോയിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ്. അതുകൊണ്ട് മയക്കുവെടി വെച്ച് മുത്തങ്ങയിലേക്ക് മാറ്റുക എന്നുള്ള ദൗത്യത്തിൽ തന്നെയാണ് സംഘം നിലവിലുള്ളത് എന്നുള്ളതാണ്. ആനയെ പിന്തുടരുന്നുണ്ട് ദൗത്യസംഘത്തിന് ആനയ്ക്ക് അടുത്തേക്ക് എത്താൻ ഏറെക്കുറെ കഴിഞ്ഞിട്ടുമുണ്ട്. പക്ഷേ കുംകി ആനകളെ അങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വനം വകുപ്പ് നിലവിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. സംഘം ഈ വനത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന, സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്.
വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് ഈ ഓപ്പറേഷൻ നടത്തേണ്ടത് എന്നുള്ളതിനാൽ അതിൻ്റെ പ്രോട്ടോക്കോളൊക്കെ പാലിക്കേണ്ടതുണ്ട്. CCFൻ്റെ സാന്നിധ്യം ഉൾപ്പെടെ അതിനാവശ്യവുമുണ്ട്. അത്തരം നടപടിക്രമങ്ങളൊക്കെ അവിടെ പൂർത്തിയാണ്. പക്ഷേ ആന സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് മയക്കുവെടി വയ്ക്കുന്നതിന് നിലവിൽ സംഘത്തിന് വെല്ലുവിളിയായിട്ടുള്ളത്. ഇനി നേരം വൈകും തോറും മയക്കുവെടി വയ്ക്കുക എന്നുള്ളതിലൊക്കെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ കൂടി സംഘം നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും വിപുലമായൊരു സംഘം RRT വെറ്ററിനറി സംഘമൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. അവരുടെ എല്ലാവരുടെയും നേതൃത്വത്തിലാണ് ദൗത്യം പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് ഏത് തരത്തിലേക്ക് നടപ്പാക്കാൻ കഴിയും എന്നതിലാണ് നിലവിലൊരു ആശയക്കുഴപ്പം, അവ്യക്തത ഉണ്ടായിട്ടുള്ളത്. ബാവലി കാട്ടിക്കുളം റോഡിന് സമീപത്ത് നേരത്തെ 3 കിലോമീറ്റർ അകത്തേക്ക് മാറി ആന നിന്നിരുന്നു. അത് കുറേ സമയം അവിടെ തന്നെ നിലയുറപ്പിക്കുമ്പോൾ ഒരുപക്ഷെ ഉടൻ തന്നെ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം സംഘത്തിനുണ്ടായിരുന്നു. പക്ഷേ അത് അവിടെ നിന്ന് നീങ്ങിപ്പോയി എന്നുള്ളതാണ് നിലവിൽ ആശങ്കയായിട്ടുള്ളത്. നമ്മൾ വാർത്തകളിലേക്ക് തന്നെ തിരികെ